റിയൽ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ഈയിടെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റഡി വ്ളോഗ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ഒരുപാട് നാളെ, അപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ പ്ലസ് എൻ്റെ ഒരു CA സ്റ്റഡി വ്ളോഗ് എങ്ങനെയാണെന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എൻ്റെ ഒരു സെൽഫ് കെയർ ആൻഡ് പാമ്പറിംഗ് ഡേ എല്ലാം കൂടെ ചേർത്ത് കാണിക്കണം. അപ്പോൾ ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കിൻ കെയർ കൊണ്ടാണ്. പണ്ട് ഞാൻ സ്കിൻ കെയറിനൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളല്ല, പക്ഷേ ഇപ്പം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വ്യത്യാസം എനിക്ക് നല്ലോണം അറിയാൻ പറ്റുന്നത്. എൻ്റെ സ്കിന്നിൽ മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരുമാതിരി ഹോംലെസ് ഫീലിലായിരിക്കും ഇരിക്കുന്നത്. പഠിക്കാൻ തുടങ്ങുമ്പോൾ അയ്യോ കുട്ടി അങ്ങ് പഠിച്ച് ക്ഷീണിച്ച് പോയാലോ എന്നൊരു തോന്നലായിരിക്കരുത് നമ്മളെ കാണുമ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് നമ്മുടെ സ്കിന്നും ബോഡിയും എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നല്ല എന്താ പറയണ്ടേ എനർജറ്റിക് ആയിട്ട് ഇരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാനിപ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം ചേഞ്ച് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെയർ ഞാൻ മസാജാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അവിടെ അവർ കുറച്ച് ഹെയർ മസാജിങ് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഹെയറിനൊന്ന് വോളിയം വെക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ ആ സ്ട്രെസ്സിനൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹെയർ മസാജ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ മുടി നല്ലോണം കെട്ടി വെക്കും ഗൈസ്. എനിക്ക് മുടി നല്ലോണം ഒതുങ്ങിയിരുന്നാലേ എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും ഒരു ഡിസിപ്ലിനും ഒക്കെ വരത്തുള്ളൂ. പിന്നെ ഇതാ ഈ ബുക്കാണ് ഗൈസ് ഇപ്പം എന്നെ എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് ബുക്കാണ്. പണ്ട് ഞാൻ ടൈം ടേബിൾ ആയിരുന്നു പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പല പല കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടൈം ടേബിൾ ആയിട്ട് മാച്ച് ആവത്തില്ല, ടൈം ടേബിൾ വിചാരിക്കുന്ന സംഭവങ്ങളൊന്നും നടക്കത്തില്ല. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ദിവസത്തേക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്ലാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റ് ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത്. അത് മാത്രമല്ല നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നിടത്തോളം നമുക്ക് പിന്നെയും വീണ്ടും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടെ വരും. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഗൈസ്. നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കും, ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ഞാൻ ഡൈനിങ് ടേബിൾ ഇടാൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ബാക്കി ബുക്സും സംഭവങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളെ ഫുൾ സെറ്റപ്പ് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു പഠിക്കുന്ന സെറ്റപ്പ്. ആദ്യം ടാബ് വെച്ചിട്ടുണ്ട്. സോ ടാബിൽ ഞാൻ തബീഷ് ഹസൻ എന്ന് പറഞ്ഞ സാറിൻ്റെ കോച്ചിങ് ക്ലാസ്സാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ആ ക്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ബുക്കും മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെയാണ് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രം എടുത്തിരിക്കുന്ന നോട്ട്ബുക്കാണ് ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. ഇത് സാറിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. നിങ്ങൾ ഇനി ആരുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ഇനി ക്ലാസ് എടുത്തില്ല സ്വന്തമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പർച്ചേസ് ചെയ്തിട്ട് ക്വസ്റ്റൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് സാറിൻ്റെ കോൺസെപ്റ്റ് ബുക്കാണ്. അപ്പം ഞാനിങ്ങനെ കോൺസെപ്റ്റ്സും അപ്പം തന്നെ നോക്കി പോകും. ഇതുപോലെ തന്നെ ക്വസ്റ്റൻസും അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് നോക്കി പോകും. എങ്കിലും എല്ലാം കംപ്ലീറ്റ് ആവത്തുള്ളൂ ഗൈസ്. നമുക്ക് ലിമിറ്റഡ് ടൈം അല്ലേ ഉള്ളൂ. പിന്നെ ഇതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള ഷോർട്ട് നോട്ട്സ്. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൻ്റെ ഒരു ചാപ്റ്റർ തീരുമ്പോൾ തന്നെ അതിൻ്റെ ബേസ് ആയിട്ടുള്ള നോട്ട്സ് അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും ഗൈസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഭയങ്കരമായിട്ട് ലോഡാവും. അവസാനം നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല. അപ്പം ഇതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ഫസ്റ്റ് 2 പേജ് കൊണ്ട് ഇപ്പം ഇത് ലേബർ കോസ്റ്റിംഗ്. അപ്പോൾ ലേബർ കോസ്റ്റിംഗ് ഫുള്ള് തീർത്തും കോൺസെപ്റ്റ് ഫുള്ള് തീർത്തും. എന്നിട്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള 2 പേജിൽ ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസം ഈ ഒരു ബുക്ക്ലെറ്റ് മാത്രം, അതായത് ഈ ഒരു 4 പേജ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻസും ഫുള്ള് കവറാവും, അതുപോലെ തന്നെ കോൺസെപ്റ്റ്സും ഫുള്ള് കവറാവും. വേറെ ഒന്നും നമ്മൾ അഡീഷണൽ ആയിട്ട് നോക്കേണ്ടിയേ വരത്തില്ല. പിന്നെ ഈ ഒരു സ്റ്റിക്കി നോട്ടിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് മൊത്തം ഡെഫിനിഷൻസ് ആണ് കേട്ടോ. ഡെഫിനിഷൻ നമ്മുടെ എക്സാമിന് ചോദിക്കത്തില്ല, എന്നാലും നമുക്കിപ്പോൾ ആൻസർ പ്രസന്റേഷൻ്റെ രീതി കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും കൂടി ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിതിന് പ്രത്യേകം സ്റ്റേപ്പിൾ ചെയ്ത് ഒരു ഫയലിനകത്താക്കി സൂക്ഷിച്ച് വെക്കണം. അല്ലാതെ അവിടെ ഇവിടെയും വലിച്ചു വാരി ഇടരുത്. കാരണം നമ്മൾ എക്സാമിന് തലേദിവസമായിരിക്കും ഇതൊക്കെ തപ്പുന്ന. ലാസ്റ്റിന് ഞാൻ സ്റ്റിക്കി നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കെച്ചസ്, ഹൈലൈറ്റേഴ്സ്, മാർക്കേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഓർമ്മ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ കാണാതെ പോകും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫെവിക്കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുമ്മാ നമ്മൾ സ്റ്റിക്കി നോട്ട് ഒട്ടിയില്ലെങ്കിൽ ഒട്ടാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ സിംഗിൾ ലൈൻ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മൾ അപ്പം തന്നെ നമുക്ക് പോയിന്റ്സ് ആക്കി മാറ്റിയിട്ട് സ്റ്റേപ്പിൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടു ഡു ലിസ്റ്റിൻ്റെ ബുക്ക് നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം ഗൈസ്. കാരണം നമ്മുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനാണ്. കംപ്ലീറ്റ് ആയ ഒരു ടിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ എപ്പോഴും എടുത്ത് വെക്കണം ഗൈസ്. കാരണം ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച്. ഓക്കെ, പിന്നെ ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ 4 മണിക്ക് എണ്ണിട്ടായിരുന്നു പഠിക്കുന്നത്. അപ്പം എനിക്ക് അല്ലാതെ രാത്രി കുറഞ്ഞിരിക്കാൻ പറ്റത്തതേ ഇല്ല ഗൈസ്. അപ്പം ഞാൻ 4 മണിക്ക് എണ്ണിട്ട് പഠിച്ചു. എന്നിട്ട് ഞാൻ പിന്നെയും കിടന്നിട്ട് ഞാനിപ്പോൾ ഒരു 7:30 ആയപ്പോഴാണ് ഇപ്പോൾ ഞാൻ എണീറ്റ് നമ്മുടെ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഓർഗനൈസ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു 8 മണി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നമ്മൾ ഓൾറെഡി 4 മണിക്ക് പഠിച്ചായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പ്രൊഡക്റ്റീവ് ആവാതിരുന്നതല്ല. എന്നിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ 8 മണിയായി. അപ്പോൾ ഞാൻ 8 മണി തൊട്ട് ഒരു 9:30 വരെയാണ് പഠിക്കാനായിട്ട് പ്ലാൻ
ചെയ്യുന്നത്. 9:30 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിക്ക ദിവസങ്ങളും ഇതൊരു 9 മണി 9:30 അങ്ങനെ ചേഞ്ച് ആയി. ഇതാണ് എൻ്റെ മോർണിംഗ് സ്റ്റഡി റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 130 മണിക്കൂറുണ്ട് ഓൾമോസ്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം അതിനെ ഡിവൈഡ് ചെയ്ത് ഇത്ര മണിക്കൂർ കാണണം എന്നൊക്കെ വെച്ച് ടാസ്ക് ഒക്കെ വെച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ടാസ്ക് 100% ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റ് ഇട്ട് ആ ഒരു രീതിയിൽ പോകുന്നതുകൊണ്ട് ഒരു ഓൾമോസ്റ്റ് 90% എങ്കിലും കംപ്ലീറ്റ് ആവും ഗൈസ്. പിന്നെ എക്സ്ട്രാ വരുന്നത് ഞാൻ കുറച്ച് നേരം രാവിലെ നേരത്തെ എണീറ്റൊക്കെ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെക്കും. രാത്രി ഇരിക്കാൻ എന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സമയം ഇരിക്കുക, ഓവറായിട്ട് നിങ്ങളെ സ്ട്രെസ് ചെയ്യാതിരിക്കുക. എപ്പോഴും പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹാപ്പിനെസ്സും കൂടെ മുമ്പിൽ കാണണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ബ്രേക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഒരു 20 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മളെ പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിന്റെ ബ്രേക്ക് ടൈമിൽ ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ടെൻഷൻ ഇല്ലാതെ പഠിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് പോലും എനിക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പഠിക്കുന്ന അല്ലാത്ത സമയത്ത് ഇതിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നലും വരും. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ബോറടി ഇല്ലാതെ പഠിക്കാനായിട്ട് പറ്റും. ഞാൻ ഒരിക്കലും നിങ്ങളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കണമെന്ന് അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനെ പഠിക്കാതെ നിങ്ങൾക്ക് പാസ്സാകും. ഞാൻ നേരത്തെ പറഞ്ഞ നോട്ട്സ് കാണിച്ചാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് പറയും. ഇപ്പം ഞാൻ കോച്ചിങ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ബേസ് ഓഫ് കോച്ചിങ് ആണ്. ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ബേസ് മാത്രമാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം എഴുതി നമ്മൾ കൂടുതൽ ഇങ്ങനെ ഗ്രാഫ് പ്രസന്റേഷനോ അല്ലെങ്കിൽ ചാർട്ടായിട്ടുള്ള പ്രസന്റേഷനോ അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റിക്കി നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വീണ്ടും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഇതിൻ്റെ ഗുണം എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലോണം സ്ട്രൈക്ക് ചെയ്യും ഈ പോയിന്റ്സ്. അങ്ങനെ ഓരോ ചാപ്റ്ററിന്റെയും അപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പഠിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾ അടുത്ത 2 പേജിൽ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻസും അതിന്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് വരുന്ന കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സ് എഴുതി വെക്കുക, എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് എഴുതി വെക്കുക. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു രീതിയിലാവും. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്താണെങ്കിലും നോട്ട്സ് ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. മെറ്റീരിയൽ കോച്ചിങ്ങിന്റെ നോട്ട്സ് ഞാൻ ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ചാപ്റ്ററിന്റെയും പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഓവർ ഹെഡ്സ് ആയിരുന്നു പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തെ പഠിത്തം കഴിഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ളൊരു പാക്ക് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലാക്സ് സീഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തിളപ്പിക്കുക കേട്ടോ. മാക്സിമം നല്ലോണം തിളപ്പിക്കുക. എന്നിട്ട് അങ്ങനെ ജെൽ ഫോം ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ മാറ്റി വെക്കുക. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഇഡലി സാമ്പാർ ആയിരുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴായാലും ലഞ്ച് കഴിക്കുമ്പോഴായാലും എന്തെങ്കിലും കണ്ടുകൊണ്ടേ കഴിക്കത്തുള്ളൂ. കാരണം നമുക്ക് ആ സമയത്ത് മാത്രമല്ല എന്തെങ്കിലും വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്കിന്നിനും ഹെയറിനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പം നമുക്കത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഞാൻ കുറച്ചു നേരം ചുമ്മാ തരുന്ന റൂബിയെ പോയി ശല്യപ്പെടുത്തി. ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരു പെറ്റ് ഉണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തതേ ഇല്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ബ്രേക്കിൽ ശരിക്കും ഫോൺ നോക്കുന്നതിനേക്കാളും പുറത്തോട്ട് ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാം. ഇതേപോലെ പെറ്റ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് കുറച്ചും കൂടെ നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ശരിക്കും നിങ്ങളൊരു പെറ്റിനെ ഇതുവരെ വളർത്താത്തവരാണെന്നുണ്ടെങ്കിൽ വളർത്തി നോക്കുക, അടിപൊളിയായിരിക്കും, ഭയങ്കര എൻഗേജിങ് ആയിരിക്കും ലൈഫ്. അങ്ങനെ ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 10:15 അല്ലെങ്കിൽ ഒരു 10 മണി ആ ഒരു സമയമായിട്ടുണ്ടായിരിക്കും. ഞാനൊരു 12 മണിയിലാണ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ശരിക്കും എത്ര ടൈം ഇരുന്ന് പഠിക്കുന്നുള്ളതല്ലടാ കാര്യം. നമ്മൾ ആ പഠിക്കുന്ന സമയം എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു, എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട്, എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അതിലാണ് കാര്യം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അത് ചേച്ചി എത്ര സമയം ഇരുന്ന് പഠിച്ചത്. ഞാനൊരു സമയക്കണക്ക് അങ്ങനെ നോക്കിയിട്ടേ ഇല്ല. പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ റിസൾട്ട് നമ്മുടെ കയ്യിലുള്ള. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും എക്സാം എഴുതുമ്പോഴാണെങ്കിലും റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചിട്ട് എൻ്റെ ഉച്ചവരെയുള്ള പഠിത്തം കഴിഞ്ഞു. ഇനി ഞാൻ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ജെല്ല് ഞാൻ സെപ്പറേറ്റ് എടുക്കുകയാണ് ആ ഒരു സീഡിൽ നിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ തുണിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ജെല്ല് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് മുടിയിൽ യൂസ് ചെയ്യാൻ നല്ലൊരു മോയ്സ്ചറൈസ്ഡ് എഫക്റ്റ് ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു സീഡ് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നമുക്ക് നല്ലോണം അരച്ചിട്ട് മുഖത്ത് യൂസ് ചെയ്യാം. ഫേസ് പാക്കൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റത്തേക്ക് വെക്കാനാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ എന്ത് പാക്ക് ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും അതൊക്കെ 20 മിനിറ്റ് മാക്സിമം വെക്കാവുള്ളൂ. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മുടിക്ക് ഭയങ്കര ഒരു ഒരു സ്മൂത്ത് ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലാതെ മുടി വളരുമെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാരണം ഞാനിതങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുളിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ
നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പം സമയം ഒരു 1 മണി അല്ലെങ്കിൽ 1:15 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ടൈം വെച്ച് ചെയ്യുന്നത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. കാരണം അപ്പം നമുക്ക് ടൈം നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും. പഠിക്കുന്ന സമയം എത്ര ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പം നമുക്ക് റഷ് ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു ബോഡി ലോഷനും കൊടുത്തിട്ട് ആ മോയ്സ്ചർ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പഠിക്കാം. പിന്നെ ഞാൻ മുടി ഒന്ന് ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ അങ്ങനെ ഡ്രയർ ഒരുപാട് യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി എനിക്ക് നോർമലി അങ്ങനെ തന്നെ നാച്ചുറലി ഉണങ്ങുന്നതാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കെട്ടി വെച്ചുകൊണ്ട് പഠിച്ചാൽ എനിക്ക് ആ ഒരു ഒതുങ്ങിയിരുന്ന് പഠിക്കുന്നൊരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നനഞ്ഞിട്ട് കെട്ടി വെച്ചാൽ ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രൈ ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും നമ്മുടെ പഠിത്തത്തിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ ഈ പഠിത്തം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സമയം ഒരു 2:15 ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു. കാരണം ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് നേരം സമാധാനമായിട്ടിരുന്ന് കഴിക്കും ഗൈസ്. എങ്കിലും എനിക്ക് പിന്നെ പഠിക്കാൻ നേരത്ത് ആ കോൺസെൻട്രേഷൻ ഇട്ടിരുന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2:15 ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പഠിക്കാൻ പോകുന്ന ഒരു 4:30 വരെ അല്ലെങ്കിൽ ഒരു 4:15 മാക്സിമം പോയ 5 മണി അത്രയും സമയം വരെയാണ് ഞാൻ ഇനി ഒരു ഒറ്റ സ്ട്രെച്ചിന് പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞായിരിക്കും എൻ്റെ സ്നാക്സ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയമാണ്. കാരണം ഞാൻ ഈ സമയത്ത് അങ്ങനെ ഉറങ്ങാറില്ല. അല്ലാതെ ഉറങ്ങുന്നവരുണ്ട് കേട്ടോ. ഈ ഉച്ച സമയത്ത് ആഹാരം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങുന്നവരുണ്ട്. പക്ഷെ നമ്മൾ CA സ്റ്റുഡൻസിന് ആ ഒരു ശീലം മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എക്സാം ആ 2 മണിക്കാണ്. ഇപ്പോൾ ഉറങ്ങിയാൽ നമുക്ക് അപ്പോഴും ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് നമ്മൾ ഇപ്പം ഈ ഒരു സമയത്ത് അങ്ങനെ ഉറക്കം വരുന്നവരാണെങ്കിൽ കൂടുതലും പ്രോബ്ലം പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഓവർ ഹെഡ് ഏകദേശം തീർത്തു ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഓവർ ഹെഡ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഞാൻ സ്റ്റേപ്പിൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല വെച്ചാൽ ക്വസ്റ്റ്യൻസിൻ്റെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ബാക്കിയുള്ളതിന് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മളിപ്പോൾ സ്നാക്സ് ബ്രേക്കിന് പോകാൻ പോകുന്നുണ്ട്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അടുക്കി പറക്കി വെക്കുകയാണ് ഗൈസ്. നമ്മൾ വലിച്ചു വരട്ടിട്ട് പോകരുത്. കാരണം ബുക്സ് ആണ്. അപ്പോൾ ബുക്സ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ട് പോവുക. കാരണം പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ സ്നാക്സ് ബ്രേക്കിന് സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് ഒക്കെ നോക്കുന്നത്. പിന്നെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അനലിറ്റിക്സ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ 1K വ്യൂസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അച്ചീവ്മെന്റ് ബട്ടൺ അവിടെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് ഒക്കെ കാണുമ്പം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എന്തൊക്കെയാ കമൻസ്, പിന്നെ അതുപോലെ ലൈക്സ്, വ്യൂസ്, കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കി നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ നല്ലോണം സംതൃപ്തി അടഞ്ഞിട്ട് വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങി ഗൈസ്. പിന്നെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സമയമാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം ആ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കുന്ന സമയമാണ് ഒരു 6 മണി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും മറ്റേ ചന്ദനത്തിരിയുടെ മണവും പിന്നെ ഭയങ്കര സൈലൻസും അതിൻ്റെ കൂടി പ്രാർത്ഥനയുടെ പാട്ടൊക്കെ ഇട്ടേക്കും. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് പഠിക്കാനായിട്ട് ഭയങ്കര പ്രത്യേക വൈബാണ് ഗൈസ്. പിന്നെ ഞാനൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു ഗൈസ്. എൻ്റെ ഇന്നത്തെ സ്കിൻ കെയർ ഷെഡ്യൂളിൽ ഫേസ് പാക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഞാനിവിടെ ആൽസ് ഗുഡ്നസിൻ്റെ ബീട്രൂട്ട് ഫേസ് പാക്കാണ് എടുത്തിട്ടുള്ളത്. ഞാനിങ്ങനെ കുഞ്ഞു പാക്കറ്റായിട്ട് വാങ്ങിച്ച് വെച്ചേക്കും. അതാകുമ്പോൾ നമുക്ക് ആ ഒരു പാക്കറ്റ് തന്നെ കിട്ടാൽ മതി. ഒരു സിംഗിൾ യൂസിന് വേണ്ടിയിട്ടാണ്. അല്ല നമ്മൾ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ റോസ് വാട്ടറാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒരു രീതിയിലാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ബീട്രൂട്ട് അരച്ച് നമ്മൾ മുഖത്തിട്ട് എങ്ങനെ ഇരിക്കും അതേ ഒരു രീതിയിലാണ് ഇത് കാണാനും ഇരിക്കുന്നത്. അതിൻ്റെ സ്മെല്ലും കറക്റ്റ് ഇതാണ്. അത് നമ്മൾ പറയുന്നുണ്ട്, ഈ പാക്കിനകത്ത് പറയുന്നുണ്ട് വേറെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും ഇല്ല, ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ എന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഭയങ്കര ആ ഒരു കറക്റ്റ് ബീട്രൂട്ട് കണക്ക് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്നെ കാണാൻ നല്ല കോമഡി ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു തണുപ്പാണ് ഇട്ടേക്കുമ്പോൾ കേട്ടോ. പിന്നെ എനിക്കിത് ഞാൻ മുമ്പ് ഒരു വട്ടം യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്കിത് കൊണ്ടൊരു ഗ്ലോ ഫീൽ ചെയ്തു. അല്ലാതെ എനിക്ക് ഭയങ്കര ചേഞ്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം കുറച്ച് നാളെടുത്തല്ലേ ചേഞ്ച് ആവത്തുള്ളൂ. പക്ഷേ എനിക്കൊരു പെട്ടെന്നൊരു ഗ്ലോ ഫീൽ ചെയ്തു, ഒരു ഫ്രഷ് ഫീലൊക്കെ ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മാസ്ക് ഇടുന്നത്. പിന്നെ ഞാൻ ബാക്കി കുറച്ച് വന്നപ്പോഴത്തേക്ക് അനിയത്തിക്കും കൂടെ കൊടുത്തു. നമ്മളല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, എക്സ്ട്രാ നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അനിയത്തിക്കും കൂടെ ബാക്കി വന്നത് കൊടുത്തു. അപ്പോൾ ഇനി ഇത് ഞാൻ ഒരു 20 മിനിറ്റ് ഇട്ടേക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതും ഞാൻ പറയല്ലോ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു കറക്റ്റ് സമയത്തേക്ക് വേണ്ടി മാത്രമേ ഇടാവുള്ളൂ. പിന്നെ നമ്മൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നെക്കിലൂടെ അപ്ലൈ ചെയ്യണം. എൻ്റെ രൂപം കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി വന്നൊരു എക്സ്പ്രഷനാണ് ആ ഒരു മുഖത്ത് കണ്ടത്. ശരിക്കും ഇപ്പം എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പാണ്ടിപ്പട സിനിമയിലെ കറുപ്പയ്യ ഹരിശ്രേഷോവിൻ്റെ മുഖത്ത് മുറുക്കാൻ ചോദിച്ചിട്ട് തുപ്പിയ പോലെ ഉണ്ട്. സീരിയസ്ലി നമുക്കിനി എന്തെങ്കിലും കഴിവ് കളഞ്ഞിട്ട് വരാം. അപ്പം നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഫേസ് പാക്ക് ഒക്കെ ഒന്ന് കഴിവ് കളഞ്ഞ് മുഖം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം മുഖം കാണാൻ കുറച്ചൊരു ഗ്ലോ ഒക്കെ ഇല്ലേ. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. പിന്നെ ഫുഡ് കഴിച്ചു. എന്നിട്ട് വീണ്ടും പഠിച്ചു. ഈ വീണ്ടും പഠിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. കാരണം ഫുഡ് കഴിക്കുന്ന അത്രയും ഭാഗം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷം നമ്മൾ പിന്നെയും പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു പഠിത്തത്തിന് എത്ര നേരം പോകുന്ന എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. കാരണം ഉറക്കം വരുമ്പോഴത്തേക്കും ഞാൻ കിടന്ന് ഉറങ്ങും. എത്ര നേരം പഠിക്കാൻ പറ്റുന്ന മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. ഞാൻ ബുക്കിൻ്റെ മണ്ടേ കിടന്ന് ഉറങ്ങും. എന്നിട്ട് ഞാൻ ബോധം വരുമ്പോൾ കട്ടിലിൽ പോയി കിടക്കും. അതാണ് മിക്കവാറും പതിവ്. കാരണം എനിക്ക് രാത്രി ഒന്നും പഠിക്കാൻ പറ്റാറേ ഇല്ല.
രാവിലെ ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഓക്കെ ആയിട്ടിരിക്കുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ രാവിലെ ഇരുന്ന് പഠിക്കുന്ന ഓക്കെ ആയിട്ടുള്ളവരുണ്ടായിരിക്കാം, രാത്രി പഠിക്കുന്ന ഓക്കെ ആയിട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ ബാക്കിയുള്ള അതാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉറക്കം കളഞ്ഞ് ബുദ്ധിമുട്ടിച്ചിരുന്ന് പഠിക്കരുത്. അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ ബുക്കിനെ വെറുതെ വീണ് ഞാൻ കിടന്ന് ഉറങ്ങി. ഇത് ഈ വീഡിയോ 3x ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര നേരം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി കാണുമെന്ന്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു സ്റ്റഡി വ്ലോഗ് പ്ലസ് ഒരു സെൽഫ് പാമ്പറിംഗ് ഡേ, പിന്നെ പ്രൊഡക്റ്റീവ് ഡേ എന്നൊക്കെ പറയുന്നൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റും കൂടി ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിൽ ബൈ.